ഭരണകൂടം പോലും ഭയക്കുകയാണ്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ലഹരി മാഫിയ സമൂഹത്തിൽ ഭീതി വിതയ്ക്കുന്നത്. കുട്ടികളും യുവാക്കളും ലഹരിക്കടിമകളാകുമ്പോൾ അവരെ തിരുത്തേണ്ട അധ്യാപകരും പ്രതിക്കൂട്ടിലാകുന്നു. ആദ്യം കീർത്തന എന്ന അധ്യാപിക, വിശദമായ അന്വേഷണത്തിൽ കൂട്ടുകാരി കാവ്യയും പിന്നാലെ നീഷ്മയും പോലീസിൻ്റെ പിടിയിലാകുന്നു. എന്തായാലും അന്വേഷണം ഇവിടം കൊണ്ടും തീർന്നില്ല. അധ്യാപികമാർക്കൊപ്പം കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിജിൻ കുര്യാക്കോസിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡെലിവറി ബോയിയായി ജോലി ചെയ്യുന്ന ജിജിൻ്റെ ബാങ്ക് അക്കൗണ്ട് വഴി 1 കോടിയോളം രൂപയുടെ ഇടപാട് നടന്നെന്നാണ് വിവരം. കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകിയിട്ടുണ്ടോ എന്നും അറസ്റ്റിലായ അധ്യാപികമാരുടെ ജീവിതശൈലിയടക്കം പരിശോധിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. അറസ്റ്റിലായ 5 പ്രതികളുടെയും സ്വത്ത് കണ്ടുകെട്ടാനാണ് പോലീസിൻ്റെ നീക്കം. കേരളം ഞെട്ടിയ വടകര ലഹരി ഇടപാട് കേസിൽ പ്രതികളുടെ അക്കൗണ്ടുകളിലൂടെ കോടിക്കണക്കിന് രൂപ വന്നുപോയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നിൽ വിപുലമായ ശൃംഖല തന്നെയുണ്ടെന്നാണ് നിഗമനം. തുടർന്നാണ് 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം പ്രതികളുടെ സ്വത്ത് കണ്ടെത്താനുള്ള നീക്കം. മാസം 4 ലക്ഷത്തിൽ താഴെ മാത്രമാണ് ഈ അധ്യാപകരുടെ ശമ്പളം. എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ വന്നുപോയത് ലക്ഷക്കണക്കിന് രൂപയാണ്. ഈ തുക ഉപയോഗിച്ച് സ്വത്ത് വാങ്ങിയിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനാണ് ശ്രമമെന്ന് കണ്ണൂർ റേഞ്ച് DIG ജെ കാർത്തിക് പറഞ്ഞു. ചില പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ തന്നെ നമുക്ക് 1 കോടി അധികം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി നോക്കിയപ്പോൾ അദ്ദേഹം ഒരു സാധാരണ ഒരു ഡെലിവറി ഏജൻറ്റാണ്. ഒരു പാർസൽ സർവീസ് കമ്പനിയിൽ ജോലി എടുക്കുന്ന ഒരു സാധാരണക്കാരാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ പരിശോധിച്ചപ്പോൾ നമുക്ക് ഈ ജനുവരി മാസം തൊട്ട് ഏറ്റവും ചുരുക്ക പീരീഡാണ്, 6 മാസം പീരീഡിൽ തന്നെ ഇത്ര അധികം ട്രാൻസാക്ഷൻസ് നമ്മൾ ഇത് അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രതികളുടെ ട്രാൻസാക്ഷൻസ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ അവിടെയും ലക്ഷക്കണക്കിൽ പൈസ ട്രാൻസാക്ഷൻ നടന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് 1-ാം പ്രതി നിന്ന് നമ്മൾ 5-ാം പ്രതി വരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ അറസ്റ്റിലായ ഇരിട്ടി സ്വദേശിയും ഓൺലൈൻ ഡെലിവറി ഏജന്റുമായ ജിജിൽ കുര്യാക്കോസിന്റെ അക്കൗണ്ട് വഴി മാത്രം 1 വർഷത്തിനിടെ 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപിക നീഷ്മയാണ് ചൊവ്വാഴ്ച അറസ്റ്റിലായ 3ാമത്തെ അധ്യാപിക. ഇവരുടെ അക്കൗണ്ടിലും കഴിഞ്ഞ 6 മാസത്തിനിടെ ലക്ഷങ്ങൾ എത്തിയിട്ടുണ്ട്. നേരത്തെ അറസ്റ്റിലായ BRC അധ്യാപിക കീർത്തന, പെരുവാളൂർ സ്കൂളിലെ കാവ്യ, സഹുവാൻ എന്നിവരും ലഹരി വിൽപ്പനയിലും ഉപയോഗത്തിലും പങ്കാളികളായിരുന്നു. പിടിയിലായ 3 പേർ അധ്യാപികമാരായതിനാൽ സ്കൂൾ കുട്ടികളിലേക്ക് ലഹരി എത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും പരിശോധനകൾ തുടരുകയാണ്. സ്കൂൾ കുട്ടികളിലേക്ക് ലഹരി എത്തിച്ചതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളിൽ നിന്നോ മറ്റോ ഇതുവരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് റൂറൽ SP മെറിൻ ജോസഫ് പറഞ്ഞു. പരിശോധിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു അലാർമിംഗ് സിറ്റുവേഷനിലോട്ടൊന്നും ഇതുവരെ കാര്യങ്ങൾ പോയിട്ടില്ല. അപ്പൊ നമ്മൾ കൂടുതൽ പരിശോധിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനത്തെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അധ്യാപിക എന്ന പരിവേഷം മറയാക്കി സോഷ്യൽ മീഡിയ വഴിയും ഓൺലൈൻ പണമിടപാടുകൾ വഴിയുമായിരുന്നു ലഹരി വിതരണം. 5 പേർ അറസ്റ്റിലായ കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ വലയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കീർത്തനയും കാവ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന യുവാവ് പോലീസ് നിരീക്ഷണത്തിലാണ്. ഇയാളെ പിടികൂടുന്നതോടെ ലഹരി വിപണനത്തിന്റെ ബുദ്ധികേന്ദ്രത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. News 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.